കൂളിമാടിന്റെ വികസനത്തിൽ ഒരു പൊൻതൂവലായി മാറാനും ടൂറിസം ഭൂപടത്തിൽ വലിയ സ്ഥാനം നൽകാനും ഉതകുന്ന പദ്ധതിയുമായി മുദ്ര കൂളിമാടും ലേക്ക് സൈഡ് അക്കാദമിയും കൈകോർത്തു. കൂളിമാട് പാലത്തിന് ചുവട്ടിലായി ചാലിയാറിന്റെ കരയിൽ കയാക്കിംഗ്, ബോട്ട് റേസിംഗ്, റെസ്ക്യൂ ട്രെയിനിംഗ് എന്നിവയ്ക്ക് സൗകര്യമൊരുക്കിയാണ് ലേക്ക് സൈഡ് അക്കാദമി മുദ്രയുമായി സഹകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. വെള്ളപ്പൊക്ക സമയത്തെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഈ പരിശീലനങ്ങൾ ഏറെ ഗുണകരമായി മാറും. ക്യാപ്റ്റൻ അയ്ഹാന്റെ നേതൃത്വത്തിലുള്ളതാണ് അക്കാദമി. ലക്ഷറി ബോട്ട്, സ്പീഡ് ബോട്ട്, കയാക്ക്, റെസ്ക്യൂ ബോട്ടുകൾ, ക്യൂബ ഡൈവിംഗ്, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ ചെലവിൽ പണി പുരോഗമിക്കുന്ന കൂളിമാട്ടെ വയോജന പാർക്കിന്റെ ഓരത്ത് തന്നെയാണ് കയാക്കിങ്ങിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ലേക്ക് സൈഡ് അക്കാദമി പദ്ധതിയുടെ ലോഞ്ചിംഗ് കുന്നമംഗലം MLA PT റഹീം നിർവഹിച്ചു. ആളുകൾക്ക് ട്രെയിനിങ് നൽകുന്നത് ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള നേവിയിൽ നിന്നുള്ള ലൈസൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നമ്മൾ എന്നാൽ നമ്മുടെ നാട്ടിൻ്റെ വികസന സ്വപ്നങ്ങളിലും ഒന്നുകൂടി നമുക്ക് വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. അതെല്ലാം കൂടി വരുന്നതോടുകൂടി വലിയ ഒരു മാറ്റം ഇനിയും കൂളിമാട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം പ്രളയം വന്ന സമയത്ത് നമ്മൾ ഒരു തോണിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബോട്ടിന് വേണ്ടി നമ്മൾ വലിയ പ്രയാസമായിരുന്നു അനുഭവിച്ചിരുന്നത്. ബോട്ട് വെള്ളയിൽ നിന്ന് മീൻപിടുത്തക്കാർ ബോട്ടുമായി വരുമ്പോൾ ചാത്തമംഗലത്തുള്ള അങ്ങാടിയിൽ വെസ്റ്റ് ചാത്തോലം കഴിഞ്ഞ് ചെത്തുകടവിൽ വെള്ളപ്പൊക്കമായതുകൊണ്ട് ബോട്ട് കൊണ്ടുവരാൻ കഴിയാതെ ഒരു സ്ഥിതി നമുക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായാൽ ഒരു പേടിയും പേടിക്കാനില്ല. നമ്മൾ അദ്ദേഹം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുദ്ര പ്രസിഡന്റ് EK നസീർ അധ്യക്ഷത വഹിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, മുദ്ര സെക്രട്ടറി സെയ്തുട്ടി മാസ്റ്റർ, TV ബഷീർ, TK നാസർ, ബീരാൻകുട്ടി മാസ്റ്റർ, PP ഷാഹുൽ ഹമീദ്, റഫീഖ് കൂളിമാട്, P പ്രസാദ്, അഹമ്മദ് കുട്ടി അരളയിൽ, ഇമ്പിച്ച് BV ടീച്ചർ, E കുഞ്ഞോയി, TV ബഷീർ എന്നിവർ സംസാരിച്ചു. സർഗവേദി കൂളിമാടിന്റെ ഗാനമേളയും തുടർന്ന് അരങ്ങേറി. റെസ്ക്യൂ ട്രെയിനിങ് സെന്റർ ഊർക്കടവ് തുടങ്ങുന്നുണ്ട്. ലേക്ക് സൈഡ് അക്കാഡമിയാണ് പേര്. ഊർക്കടവ് മൗർ പഞ്ചായത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂളിമാട് സ്വദേശത്ത് ഒരു പാർക്ക് വരുന്നുണ്ട്. സ്വിഫ്റ്റ് വാട്ടർ റെസ്ക്യൂ ട്രെയിനിങ്, പിന്നെ അവയർനെസ് വെള്ളത്തിൽ എന്തെല്ലാണെന്നുള്ളതും, പിന്നെ ബോട്ടുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് റെസ്ക്യൂ ബോട്ടാണെങ്കിലും നോർമൽ സഞ്ചരിക്കുന്ന ബോട്ടാണെങ്കിലും അതിൻ്റെ നിയമങ്ങൾ വശങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവയർനെസ് ചെയ്ത് കൊടുക്കുകയാണെന്ന്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ട്രെയിനിങ് പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഈ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളെ സഹകരണം വേണം. അവരുടെ കുട്ടികൾക്കുള്ള ട്രെയിനിങ് സെൻ്റർ ആയിട്ടാണ് ഞങ്ങൾ ഈ അക്കാഡമി തുടങ്ങുന്നത്. മെയിനായിട്ട് അവരാണ് വരേണ്ടത് ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ അവർക്ക് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടാൻ പറ്റും, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ആർമിയിലും നേവിയിലും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ സെയിലിങ്ങും ഈ പവർ ബോട്ടും റെസ്ക്യൂ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഇവിടെ കൂളിമാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പുഴ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല എല്ലാ വർഷവും വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ ധാരാളമായി അനുഭവിക്കുന്നൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അയാൻ സാഹിബിനെ പോലെയുള്ള ആൾക്കാർ താല്പര്യം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ പരിപാടി തയ്യാറായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ പ്രയോജനപ്പെടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 2 പുഴകളുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ നീന്താൻ പോകുന്നത് മറ്റു പല സ്ഥലങ്ങളിലേക്കുമാണ്. പൈസ കൊടുത്തിട്ടൊക്കെയാണ് അവർ നീന്താൻ പോകുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? 2 പുഴകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ഈ പുഴയിൽ തന്നെയായിരുന്നു.
വീണ്ടും നമ്മളെ കുട്ടികളെ പുഴയിലേക്ക് ഇറക്കാനും അവർക്ക് നീന്തം ആകർഷിക്കാനും വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി ഈ ഉദ്യമത്തിന് തയ്യാറായ അയാൻ സാഹിബിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സംഘടിപ്പിക്കുന്നത് മുദ്ര കൂളിമാട് എന്ന സംഘടനയാണ്. കൂളിമാടിലെ ഈ കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് മുദ്രയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ക്യാപ്റ്റൻ ഹയാനും മുദ്ര കൂളിമാടും കൂടി സഹകരിച്ചുകൊണ്ട് ഈ കൂളിമാട് പ്രദേശത്ത് നീന്താൻ സൗകര്യം ചെയ്യുന്ന കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ പുഴയിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പരിപാടി നടത്തുന്നത്. ഞങ്ങളെല്ലാ പിന്തുണയും ഈ ഹയാന് നൽകിക്കൊണ്ട് തന്നെ ഹയാൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആയിക്കൊണ്ട് ഊർക്കടവാണെങ്കിലും കൂടി അതിൻ്റെ കൂളിമാടും ഒരു പോയിൻ്റ് ആക്കിക്കൊണ്ട് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകും. ഇത് വിപുലപ്പെടുത്തിക്കൊണ്ട് റെസ്ക്യൂ അടിസ്ഥാനത്തിലും നീന്തൽ പരിശീലനത്തിലും അതുപോലെ തന്നെ അക്കാഡമി ഇവിടുന്ന് പരമാവധി ആൾക്കാരെ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാം. ആ ഹയാൻ്റെ അക്കാഡമി പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സഹകരണവും ഹയാൻ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഹയാൻ്റെ എല്ലാ സജ്ജീകരണവും ഈ ഭാഗത്ത് ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.